ഷെമീസ് കിച്ചണിലെ അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ വടയാണ്. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ആദ്യം നമുക്ക് പൊട്ടറ്റോ വേണം. നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു 3 മീഡിയം സൈസും ഒരു ചെറിയ പൊട്ടറ്റോയും. ഇത് ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചേക്കുവാണ്. അപ്പം ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, അത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പിടി മല്ലിയില, ഒരു 1/2 കപ്പ് റവ, അതുപോലെ ഒരു മീഡിയം സൈസ് സവോള, ഒരു മീഡിയം സൈസ് 3 പച്ചമുളക്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഒരു പിഞ്ച് ഗരം മസാലയും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് റവയൊന്ന് കുറുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഗ്യാസ് ഓണാക്കിയിട്ടില്ല. ഞാനൊരു 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1/2 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഗ്യാസ് സ്റ്റവ് ഓണാക്കി കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1/2 കപ്പ് റവയും 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലിപ്പോൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ റവ വേവിച്ചെടുക്കുന്ന സമയത്ത് ഗ്യാസിൽ നമ്മളിത് വെച്ചിട്ട് മാറാൻ പാടില്ല, അത് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നന്നായിട്ട് കണ്ടോ, പെട്ടെന്ന് ഇതിന് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കുറുകിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് കണ്ടോ, നന്നായിട്ട് കുറുകി നന്നായിട്ട് വെന്തിതാ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അപ്പോൾ നമ്മുടെ റവ വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. നമുക്ക് മിക്സ് ചെയ്യാനുള്ളതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വേവിച്ചെടുത്ത റവ അത് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ്, ഞാനൊരു മീഡിയം സൈസ് ഒരു സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഞാനൊരു മീഡിയം സൈസ് ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് 3 പച്ചമുളക് അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് മല്ലിയിലയാണ്. ഞാനപ്പോൾ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഈ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണോ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എടുത്ത് വെച്ച മിക്സ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നല്ല റോൾ ഷേപ്പിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിന് ഇത് പരത്തിയെടുക്കാം. ഞാനിവിടെ നമ്മുടെ ഉഴുന്ന് വടയുടെ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഷേപ്പിന് പരത്തിയെടുക്കാം. അതിനാദ്യം ഞാൻ ചെയ്യുന്നത് കയ്യിൽ അല്പം എണ്ണ പുരട്ടിയിട്ടുണ്ട്. നമ്മൾ മാവ് എടുക്കുമ്പോൾ ഈ ഒരു സൈസ് ബോൾ എടുക്കുക. നമ്മുടെ കൈവെള്ളയിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് പ്രസ് ആയിട്ട് ഇത്രയും തിക്നെസ് വേണം. എന്നിട്ട് അതിൻ്റെ നടുക്കൊരു ചെറിയ, അതായത് ഞാനങ്ങ് ആ ഒരു ഹോൾ അങ്ങ് ബാക്കിൽ എത്തത്തില്ല, ആ മധ്യഭാഗം ഒന്ന് വേവാനും അതുപോലെ ആ ഒരു ഷേപ്പ്, വടയുടെ ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബാക്കിൽ ഇതാവുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ കറക്റ്റ് ആ ഒരു വടയ്ക്ക് വേണ്ടുന്ന ഷേപ്പ്. ഇവിടെ മൊത്തം ഷേപ്പിന് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെയെല്ലാം വറുത്ത് കോരാം. ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ വട തയ്യാറായിട്ടുണ്ട്. നല്ല ഔട്ടർ ലെയർ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ വീഡിയോസ് എല്ലാം കിട്ടുകയും ചെയ്യും. ഓക്കെ, ബൈ, താങ്ക് യു.